ചെട്ടിനാട് യാത്രയിൽ ഞങ്ങൾ ആദ്യം വിസിറ്റ് ചെയ്തത് ആത്തൻകുടി ടൈൽ ഫാക്ടറിയാണ്. പാലസുകളുടെയും ഹെറിറ്റേജസിൻ്റെയും മാൻഷൻസിൻ്റെയും ഒക്കെ നാടാണ് ചെട്ടിനാട്. അവിടെയൊക്കെ തന്നെയും ഉപയോഗിച്ചിരിക്കുന്നത് ഈ ആത്തൻകുടി ടൈൽസ് ആണ്. ഇതിൻ്റെയൊക്കെ ഭംഗിയും പ്രൗഢിയും നിലനിർത്തുന്നതിൽ ആത്തൻകുടി ടൈൽസിനൊരു പ്രധാന പങ്കുണ്ട്. ഇവിടുത്തെ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് ആത്തൻകുടി ടൈൽസ്. ഹാൻഡ് മെയ്ഡ് ആണെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നാച്ചുറൽ കളേഴ്സാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇക്കോ ഫ്രണ്ട്ലി ആണ്. ചൂട് സമയത്ത് തണുപ്പ് സമയത്ത് ചെറിയ ചൂടും ഉള്ള നേച്ചറാണ് ആത്തൻകുടി ടൈൽസിന്. പഴക്കമേറും തോറും ഇതിൻ്റെ ഭംഗി കൂടും. സാധാരണ ടൈൽസിനെ പോലെ കാലിന് ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകില്ലെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇവിടുത്തെ ഒരു പ്രധാന ഉപജീവന മാർഗങ്ങളിൽ ഒന്നാണ് ആത്തൻകുടി ടൈൽ ഫാക്ടറികൾ. ഒരു സ്ക്വയർ ഷേപ്പുള്ള ഗ്ലാസിൻ്റെ പുറത്ത് നമുക്ക് ആവശ്യമുള്ള ഡിസൈനുള്ള അച്ച് വെച്ചിട്ട് ആവശ്യമുള്ള കളേഴ്സ് ഒഴിക്കും. അതിനുശേഷം ഒരു സിമൻറ്റ് മിശ്രിതം അരിപ്പയിലൂടെ ഇതിലേക്കിടും. പിന്നീട് ഇത് ഉണങ്ങാൻ വയ്ക്കും. അതിനുശേഷം 4-5 ദിവസം വരെ വെള്ളത്തിലിട്ട് വയ്ക്കും. പിന്നീട് ഗ്ലാസ്സിൽ നിന്നും മാറ്റി ഇത് നന്നായി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും. ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ്. ഇവിടുത്തെ ഓഫീസിലും ഉപയോഗിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്. നല്ല ഭംഗിയും ഗ്ലേസിങ്ങുമാണ്. നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് വേണമെങ്കിൽ ഈ ടൈൽസ് പർച്ചേസ് ചെയ്യാം. ഓർഡർ അനുസരിച്ച് ഇവർ സ്ഥലത്തെത്തിക്കുകയും അത് പാകാനുള്ള തൊഴിലാളികളെയും അതിന് പ്രത്യേക ട്രെയിനിങ് കിട്ടിയ തൊഴിലാളികളെയും അതിൻ്റെ കൂടെ അയക്കുമെന്നാണ് പറയുന്നത്. അവർ തന്നെ ടൈൽ പാകുന്ന പക്ഷം മാത്രമേ നമുക്ക് അതിൻ്റെ അതായത് ഗ്ലേസിങ്ങും ഫിനിഷിങ്ങും കിട്ടുള്ളൂ എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്.